آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. പരിശുദ്ധ ഖുർആനിലെ 68-ാം അധ്യായം സൂറത്തുൽ ഖലമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 9ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാരായണം അതേമാതിരി ഹിഫ്ള് വളരെ പ്രധാനമാണ്. ഹിഫ്ള് പല ആളുകൾക്കും ഉണ്ടാവും. അതൊന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ ഖിറാഅത്ത് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ് ആദ്യം മുതൽ. ഇത് കൂടെ എല്ലാവരും ബൈഹാർട്ടുള്ളവർ അങ്ങനെ അല്ലാത്തവർ നോക്കി ഒന്ന് ഓതിയിട്ട് തജ്വീദ് നിയമപ്രകാരമുള്ള ഓത്ത് ഒന്ന് ക്ലിയർ ആക്കണം എന്ന് പറയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റഹീം നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين فلا تطع المكذبين ودوا لو تدهن فيدهنون ولا تطع كل حلاف مهين هماز مشاء بنميم مناع للخير معتد أثيم عتل بعد ذلك زنيم أن كان ذا مال وبنين إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على الخرطوم إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين ولا يستثنون فطاف عليها طائف من ربك وهم نائمون فأصبحت كالصريم فتنادوا مصبحين أن اغدوا على حرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على حرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تسبحون قالوا سبحان ربنا إنا كنا ظالمين فأقبل بعضهم على بعض يتلاومون
قالوا يا ويلنا إنا كنا طاغين عسى ربنا أن يبدلنا خيرا منها إنا إلى ربنا راغبون كذلك العذاب ولعذاب الآخرة أكبر لو كانوا يعلمون إن للمتقين عند ربهم جنات النعيم أفنجعل المسلمين كالمجرمين ما لكم كيف تحكمون أم لكم كتاب فيه تدرسون إن لكم فيه لما تخيرون أم لكم أيمان علينا بالغة إلى يوم القيامة إن لكم لما تحكمون سلهم أيهم بذلك زعيم أم لهم شركاء فليأتوا بشركائهم إن كانوا صادقين يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون. അപ്പോൾ നമ്മൾ ഇത്രയും ആയത്തുകളാണ് 47 ആയത്തുകളാണ് എടുത്തത്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് 43 മുതൽ 47 വരെ. അതിൻ്റെ റിവിഷൻ നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അതൊന്ന് റിവിഷൻ നടത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലഹ് وقد كانوا يدعون إلى السجود وهم سالمون خاشعة أبصارهم. പരലോകത്ത് നിഷേധികളായ അവിശ്വാസികളായ ആളുകളെ കൊണ്ടുവരുന്ന അവസ്ഥയാണ്. ആ സന്ദർഭത്തിൽ അവരുടെ കണ്ണുകൾ ഖുശൂ എന്ന് പറഞ്ഞാൽ വിനയപ്പെടുക, താഴ്മപ്പെടുക എന്നൊക്കെ അർത്ഥം. ബസർ അബ്സാർ അവരുടെ കണ്ണുകൾ താഴ്മയോടുകൂടി, അഹങ്കാരമില്ല, അഹംഭാവമില്ല, ഭൗതിക ലോകത്തിലെ ഒരു അഹങ്കാരവുമില്ലാത്ത താഴ്മയാർന്ന കണ്ണുകളോടുകൂടി. തെർഹഖുഹും റഹഖ യർഹഖു എന്നാണ് പറഞ്ഞത്. തെർഹഖുഹും റഹഖ യർഹഖു ആവരണം ചെയ്യുക, മൂടുക. ദില്ലത്തുൻ നിന്യത അവരെ ആവരണം ചെയ്യും. പ്രതാപവും പ്രൗഢിയും എല്ലാം പോയി ഇന്നവർ നിന്യന്മാരാണ്. വഖദ് കാനു അവരായിരുന്നു യുദ്വാവുന വിളിക്കപ്പെടുന്നവർ. ദആയദു എന്നുള്ളതിൻ്റെ വർത്തമാനകാലക്രിയൻ്റെ പാസീവ് വോയിസ് ആണ്. ഇല സുജൂദ് സുജൂദ് ചെയ്യുവാൻ വഹും സാലിമൂൻ ഒരു ആരോഗ്യ പ്രശ്നവുമില്ല, ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഭൗതിക ലോകത്ത് വെച്ച് സുജൂദ് ചെയ്യുവാൻ അവരെ വിളിച്ചിട്ട് സുജൂദ് ചെയ്യാത്തവരാണ് അവർ. പക്ഷേ ഇന്ന് പരലോകത്ത് വെച്ച് അവർ സുജൂദിന് തയ്യാറാണ്, പക്ഷേ അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് അതിന് കാരണം. ഇതാണ് ഉഹ്യലോകത്ത് വെച്ച് ആരോഗ്യ ദൃഢഗാത്രരാകുന്ന സന്ദർഭത്തിൽ അവരെ വിളിച്ചപ്പോൾ അവരത് തയ്യാറായില്ല. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. ഫദർനി വദറ യദറു എന്നാൽ ഉപേക്ഷിക്കുക. ദർനി എനിക്ക് വിട്ടു തന്നേക്കുക. വമൻ യുകദ്ദിബു കളവാക്കുന്ന ഒരാളെയും എന്നെയും വിട്ടേക്കുക, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ബിഹാദൽ ഹദീസ് ഈ വർത്തമാനത്തെ കളവാക്കുന്ന ആളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം. സനസ്തദിരിജുഹും
അതിനർത്ഥം നമ്മൾ പറഞ്ഞു, വാക്ക് ദറജ യദുറുജു, ദറജ എന്നാണ് അർത്ഥം. പദവി, കോണിയൊക്കെ കയറുക എന്നുള്ളതാണ്. ഇവിടെ ഇസ്തദ്റജ എന്ന് പറഞ്ഞാൽ പടിപടിയായി ഘട്ടം ഘട്ടമായി അവനെ പിടികൂടുമെന്നാണ്. മിൻ അയസുലായാലമുൻ, അവർ തന്നെ അറിയാതെ അവരെ നമ്മൾ പിടികൂടി ശിക്ഷിക്കും എന്നാണ്. വഉംലി ലഹും ഇന്ന കൈദി മതീൻ. അംലാ യുംലി എന്ന് പറഞ്ഞാൽ നീട്ടി കൊടുക്കുന്നു, ലഹും അവർക്ക്, ഇന്ന കൈദി എന്റെ തന്ത്രം, മതീനുൻ ആ തന്ത്രം അത് ശക്തിയുള്ള ഉറപ്പുള്ള തന്ത്രമാണ്, ശക്തിയാർന്ന തന്ത്രമാണ്. പടച്ചവൻ ആളുകളെ പിടികൂടുക പെട്ടെന്നല്ല, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള തന്ത്രങ്ങളുടെയും ഭാഗമായി ഘട്ടം ഘട്ടമായിട്ടാണ് പിടികൂടുക. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ. സഅല യസ്അലു, നമുക്കറിയാം ചോദിക്കുക. തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നുണ്ടോ, അജ്റൻ ഈ പ്രബോധനത്തിന്, ദഅവത്തിന്. ഫഹും മിൻ മഗ്റമിൻ, അവർ അതിൻ്റെ കടബാധ്യതയിൽ, നീ കൂലി ചോദിച്ചിട്ട് അത് കൊടുത്തു തീർക്കാൻ കഴിയാതെ കടബാധിതരായി കഴിയുകയാണോ അവർ? മുസ്ഖലുൻ, സഖല യസ്ഖുൽ, സഖീൽ എന്നൊക്കെ പറഞ്ഞാൽ ഭാരമേറിയ, അതിൻ്റെ ഭാരം പേറുകയാണോ അവർ? അം ഇൻദഹുമുൽ ഗൈബു വഹും യക്തുബൂൻ, അതല്ല അവരുടെ അടുക്കൽ ഉണ്ടോ, ഇൻദഹും അവരുടെ അടുക്കൽ, ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായ അറിവ്, വഹും യക്തുബൂൻ അദൃശ്യ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണോ അവർ പറയുന്നത് എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 48 മുതൽ 52 വരെ ഉള്ള ഭാഗങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ പാരായണം നിങ്ങളൊന്ന് കേൾക്കുക. അതിൻ്റെ തജ്വീദ് നിയമം പറഞ്ഞിട്ട് നമുക്ക് വാക്കർത്ഥവും പറഞ്ഞിട്ട് വിശദീകരണത്തിലേക്ക് പോവാം. അതിൻ്റെ പാരായണം ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഫസ്ബിർ എന്നല്ല, റാന തർക്കീക്ക് ആക്കണം. ഫസ്ബിർ, റാക്ക് സുക്കൂനും മുമ്പുള്ള കസ്റ ആയാൽ അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ വലാതകുൻ, നൂന് കാഫിൽ ഇഖ്ഫാ ചെയ്ത് മറച്ചു വെച്ച് മണിക്കണം. വലാതകുൻ കസ്വാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം, അത്രയേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. ലൗലാ അൻ, അവിടെ 4 അക്ഷരത്തിന് എത്ര നീട്ടണം? അൻ പ്ലസ് തദാറക്ക, അവിടെ നൂന തായിൽ മറച്ചു വെച്ച് മണിക്കണം. നിഅമത്തും മിൻ, ഇദ്ഗാം ബി ഗുന്ന, ചേർത്ത് മണിക്കണം. മിർ റബ്ബിഹി, ചേർക്കണം പക്ഷെ മണിക്കരുത്. അതുകൊണ്ട് എങ്ങനെ? നിഅമത്തും മിർ റബ്ബി, റാക്ക് ഫത്തും ലമ്മും വരുമ്പോൾ റാ എന്നാ പറയുന്നത്, രാ എന്നല്ല. കസ്ർ വരുമ്പോൾ രി എന്നാണ്. മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാ, മദ് മുത്തസിൽ 6 അക്ഷരത്തിന് തന്നിട്ടാണ്. അങ്ങനെ നീട്ടിയിട്ട് ഒന്നുകൂടി ഉത്തരം. ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ്സാലിഹീൻ. അതിൽ അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹ ശ്രദ്ധിക്കുക. ഐൻ ഫജഅലഹു മിനസ്സാലിഹീൻ
وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون. وإن പ്ലസ് യക്കാദ് ഇഖ്ഫാ ബിഗുന്ന മറച്ചു വെച്ച് മണിക്കുക. പിന്നെ ലമ്മ മണിക്കണം. ദിക്ർ വയഖൂലൂന ഇന്ന സുദ്ര നൂന മണിക്കുക. അത്ര ശ്രദ്ധിക്കാറുള്ളൂ. വമാ ഹുവ ഇല്ലാ ദിക്റുല്ലിൽ ദിക്റുന്നല്ല കുത്തുബുജതല്ലാത്ത മറ്റു സുക്കൂനുകളെല്ലാം ചേർത്ത് പറയണം. ദിക്റുൻ ലമ്മാ സമിഉ ദിക്റ. പിന്നെ ദിക്റുൻ പ്ലസ് ലി ചേർക്കണം, പക്ഷേ മണിക്കരുത്. ദിക്റുൻ ലിൽ നോയാ തെറ്റാണ്. നൂനെ പ്രൊനൗൺസ് ചെയ്യരുത്. ദിക്റുൽ ലിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഒന്നുകൂടി നമ്മൾ ഓതും. ഇനി ഇതിന്റെ വേർഡ് മീനിങ്, ഇതിൽ ഈ പാഠത്തിൽ വന്ന ന്യൂ വേർഡ്സ് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 48-ാമത്തെ ആയത്തിന്റെ ആ നോട്ട് ശ്രദ്ധിക്കുക. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസ്വാഹിബിൽ ഹൂതി ഇദ് നാദാ വഹുവ മക്ലൂം. ഇതിൽ വന്ന ന്യൂ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഫസ്ബിർ, നീ ക്ഷമിക്കുക. സബറ യസ്ബിർ, ഇസ്ബിറില്ല അതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. വെയിറ്റ് എന്നുള്ളതിനത് ഉപയോഗിക്കും. പ്ലീസ് വെയിറ്റ്. സബുർ ഷുവയ്യ എന്ന് പറയും. അപ്പൊ സബറ യസ്ബുറു അതിന്റെ ഓർഡർ ഫോം ആണ് ഇസ്ബിർ, നീ ക്ഷമിക്കുക. വലാത്ത് ലിഹുക്കും ഹക്കമ യഹ്കുമു ഹുക്കും വന്ന വേർഡായതുകൊണ്ട് ഞാൻ അതിന്റെ അർത്ഥം കൊടുത്തിട്ടില്ല. വിധി എന്നാണ്. വിധി, കോർട്ടിലെ വിധിക്ക് അതാണ് പറയുന്നത്. ജഡ്ജ്മെന്റിന് അതാണ് ഹുക്കും എന്നാ പറയാം. കോർട്ട് വിധിക്ക് ഹുക്കും എന്നാ പറയാം. ഇവിടെ അള്ളാഹിന്റെ വിധിക്കായി കാത്തു നിൽക്കുക, ക്ഷമിക്കുക. വലാ തകുന്നി ആവരുത്. ഇക്ക എന്ന് പറഞ്ഞാൽ പോലെ. സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ഓണർ ഓഫ്, ഉടമസ്ഥൻ എന്നൊക്കെ പറയാം. ഹൂത്ത്, സമക്ക്, നൂന് ഇതൊക്കെ മീനിനെ പറയുന്ന പേരാണ്. മീനാണ്. ഹൂത്തുൻ ജംഹീത്താൻ. ഹൂത്ത് എന്നുള്ള പദം ഖുർആനിൽ 4 സ്ഥലത്ത് വന്നു. അൽ കൗഫില് പിന്നെ പറഞ്ഞല്ലോ അല്ലെ, 61, 63 കാണാം. സാഫാത്തില് 142 ഹൂത്ത് എന്ന പദം. ഇതിന്റെ ബഹുവചന ഹീത്താൻ. ആറാഫ് 163 ബനൂ ഇസ്രായേൽപ്പെട്ട ആളുകൾ മീൻ പിടിക്കാൻ വരുമ്പോ ശനിയാഴ്ച ഹീത്താനുഹും, അവരുടെ മീനുകൾ വരുന്നു എന്ന് ഉപയോഗിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിച്ചൊരു വേർഡാണ്. അത് നിങ്ങളുടെ ഡിക്ഷണറിയിൽ അത് ഉണ്ടാവണം, നിങ്ങളത് പഠിക്കണം. ഹൂത്തുൻ ജംഹീത്താൻ. സമക്കാണ് നമ്മൾ ധാരണ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നൂന് എന്ന പദം എന്ന് ഖുർആനില് മീനിന് ഉപയോഗിച്ചിട്ടുണ്ട്. നൂൻ ചില ഞാൻ പറഞ്ഞുതരാൻ വരുന്നുണ്ട്. വലാ തകുന്നി ആവരുത് സാഹിബിൽ ഹൂത്തി, മീനിന്റെ ആള് അല്ലെങ്കിൽ മീനിന്റെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞത് യൂനുസ് നബിയെ കുറിച്ചാണ്. മത്സ്യത്തിന്റെ ആളെ പോലെ നീ ആകരുത്. ഇത് നാദാ യുനാദി, നിദാ വിളി എന്നാണ്. വിളിച്ചു, അദ്ദേഹം വിളിച്ച സന്ദർഭം. ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം, ആ സമയം എന്നാണ്. അദ്ദേഹം വിളിച്ച സന്ദർഭം. ഓഹുവ മക്ലൂം കലമ എന്ന് പറഞ്ഞാൽ അടക്കി വെക്കുക എന്നാ. ദുഃഖം അടക്കി വെക്കുന്നതിനും അത് പറയും, ദേഷ്യം അടക്കി വെക്കുന്നതിനും അതിൽ പറയും. അല്ലെ, ആലിമ്രാനിലെ 134-ാം വചനത്തിൽ കാണാം. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം അടക്കി വെക്കുന്നവർ. കലമയുടെ ഇസ്മുൽ ഫായിൽ എന്താണ്? കാളിമുൻ, ഫായിലുൻ. മഫ്ഊൽ എന്താ? മക്ലൂമുൻ എന്നാണ്. അപ്പൊ ഫായില് ആലിമ്രാൻ 134 ഉപയോഗിച്ചു. സത്യവിശ്വാസികളുടെ സ്വഭാവം പറയുന്നിടത്ത് അവര് ദേഷ്യം അടക്കി വെക്കുന്നവരാണ്. കാളിമുൻ ജമ്മാണ് കാളിമീൻ. പിന്നെ വേറെ സ്ഥലത്ത് ഉപയോഗിച്ച ഗാഫിർ 18-ലാണ് ലദൽ ഹനാജിറ കാളിമീൻ, റൂഹ് തൊണ്ടങ്കോയിലെത്തും എന്ന് അല്ലേ. പിന്നെ യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞു, മകൻ നഷ്ടപ്പെട്ടാൽ വഹുവ കലീം, അദ്ദേഹം വ്യസനത്തിൽ അകപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. മക്ലൂമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്നർത്ഥം. ദുഃഖം നിറഞ്ഞവൻ, ദുഃഖം കൊണ്ട് ദുഃഖത്തിൽ നിമഗ്നനായവൻ എന്നൊക്കെ പറയാം. അപ്പം ദുഃഖം തളം കെട്ടിയ ദുഃഖവുമായി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പടച്ചവനോട്. ഇതിനാഥാ, അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വഹുവ മക്ലൂം, ദുഃഖത്തിൽ മുഴുകിയവൻ, ദുഃഖം നിറഞ്ഞവനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച സന്ദർഭം.
അപ്പൊ അർത്ഥം മനസ്സിലായി. ഫസ്ബിർ, നീ ക്ഷമിക്കുക, ലിഹുക്കുമി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ വിധി കാത്തുകൊണ്ട് നീ ക്ഷമിക്കണം. വലാത്ത കുന്നി ആവരുത് കസ്വാഹിബിൽ ലൂത്തി, ആ മത്സ്യത്തിന്റെ ആളെ പോലെ, അഥവാ യൂനുസ് നബിയെ പോലെ. ഇത് നാദ, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു. നാദ എന്ന് പറഞ്ഞാൽ വിളിച്ചു. വഹുവ മക്ലൂം, അദ്ദേഹം ദുഃഖം നിറഞ്ഞവനാണ്, ദുഃഖ നിമഗ്നനാണ്, ദുഃഖം തളം കെട്ടിയവനാണ്. ആ അവസ്ഥയിൽ ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. ലൗല, ആയിരുന്നില്ല എങ്കിൽ അൻ തദാറക, തദാറക എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക, നഷ്ടപ്പെട്ട ഒന്നിനെ വീണ്ടെടുക്കുന്നതിന് തദാറക എന്ന് പറയാം. നിഅമത്ത്, അനുഗ്രഹം, മിർ റബ്ബിഹി, അള്ളാഹ് അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തില്ല എങ്കിൽ, രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിരുന്നില്ല എങ്കിൽ ലനുബിദ, ആ വേർഡ് കൊടുത്തു, പഠിക്കേണ്ട ഒരു വേർഡാണ്. ഖുർആനിൽ പലയിടത്തും വന്ന നബദ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു, എറിഞ്ഞു, പിന്നെ പുറന്തള്ളി എന്നൊക്കെയാണ്. അതിന്റെ പ്രസന്റ് ടെൻസ് എൻബുദു, അത് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അറിയുന്ന ഒരു വാക്കാണ്. വൈലുല്ലിക്കുല്ലു ഹുമസയിൽ കാണാൻ ലയുംബദന്ന, നബദ എൻബുദു എന്നുള്ള ക്രിയന്റെ പാസീവ് വോയിസ് ആണ് യുൻബദ്. അപ്പൊ നരകത്തിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ലയുംബദന്ന ഫിൽ ഹുത്തമ, ഹുത്തമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും. ആ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. അതിന്റെ പ്രസന്റ് ടെൻസ് ആണ് അവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് പാസ്റ്റും പ്രസന്റും ഒക്കെ പഠിച്ചാൽ ഖുർആനിൽ വേറെ സ്ഥലത്ത് ഈ വേർഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, അതിന്റെ ക്രിയാനാമം ഒക്കെ പഠിപ്പിക്കുന്നത്. നബദ, എറിഞ്ഞു, ഉപേക്ഷിച്ചു, പുറന്തള്ളി, എൻബുദു, പുറന്തള്ളുന്നു, നബുദൻ പുറന്തള്ളൽ. നുബിദ, അവിടെ പ്രസന്റ് പാസ്റ്റ് ടെൻസ്, നബദയുടെ പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് ഉണ്ടാക്കണമെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയാലും പ്രസന്റ് ടെൻസ് ആയാലും ആദ്യാക്ഷരത്തിൽ ലമ്മു കൊടുക്കണം. എന്നുള്ള നൂന്നാക്കണം. പ്രസന്റ് ടെൻസിൽ എൻബുദുള്ള യുൻബദു ആക്കണം, യു ആക്കണം. പിന്നെ പാസ്റ്റ് ടെൻസിൽ ബിഫോർ ലാസ്റ്റ് കസ്റാണ്, നുബിദ, ബി ആക്കണം. പ്രസന്റ് ടെൻസിൽ ബിഫോർ ലാസ്റ്റ് ഫത്ത് ആണ്, യുംബദു, അതാണ് ലയുംബദന്ന, അല്ലേ നമ്മളെ ഹുത്തമയിൽ ഉപയോഗിച്ചത്. ലുബിദ, അപ്പൊ അതിന്റെ അർത്ഥം എറിയപ്പെട്ടു എന്നാണ്. മലയാളത്തിലെ പാസ്റ്റ് പാസീവ് പെട്ടു എന്നും പ്രസന്റ് പാസീവ് പെടുന്നു എന്നുമാണ്. അപ്പൊ അദ്ദേഹം എറിയപ്പെടുമായിട്ടു ബിൽ അറാവ് നിങ്ങൾ പഠിക്കേണ്ട ഒരു വേർഡാണ്. അരിയ എന്നാണ് പാസ്റ്റ്, നഗ്നമായി, ഒഴിവായി. നഗ്നമാകുന്നു. ഉരിയത്ത്, നഗ്നമാവൽ. അതിന്റെ ഫായിലാണ് ആരിയുൻ, നഗ്നൻ എന്നാണ്. ഉരിയാന് എന്നും പറയും നഗ്നന്. അതിന്ന് വന്നൊരു വാക്കാണ് അറാ, നഗ്നമായ ഭൂമി, ഒന്നും മുളക്കാത്ത പാഴ്ഭൂമി, മരുഭൂമിക്കൊക്കെ അറാ എന്നാ പറയാം. അദ്ദേഹത്തെ മത്സ്യം ഉപേക്ഷിച്ച ആ പ്രദേശം അങ്ങനെയുള്ള പ്രദേശമായിരുന്നു, ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു, ഒന്നും സസ്യലതാദികളൊന്നും ഇല്ലാത്ത. ആ സ്ഥലത്ത് അദ്ദേഹം ഉപേക്ഷിക്കപ്പെടുമായിരുന്നു, ആരും നോക്കാനില്ലാതെ. വഹുവ മദ്മൂം, ദമ്മ യദുമ്മു, ആക്ഷേപിച്ചു. അതിനെ മഫ്ഊലാണ് മദ്മൂം, ആക്ഷേപാർഹനായിക്കൊണ്ട് ആ ഒഴിഞ്ഞ പ്രദേശത്ത് അദ്ദേഹത്തെ അള്ളാഹു പുറന്തള്ളുമായിരുന്നു, ആരും ശ്രദ്ധിക്കാനില്ലാത്ത അവസ്ഥയിൽ. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. അള്ളാഹ് അദ്ദേഹത്തിനെ വീണ്ടെടുത്തു. ലൗലാ അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നിഅമത്തുൻ, അനുഗ്രഹം, മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ. ല എന്ന നുബിദന്റെ മുമ്പിൽ ലാ വന്നില്ല. ല എന്താന്ന് വെച്ചാൽ ലൗലാ ല, അതൊരു ഫ്രേസാണ്. ലൗല, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അതിന്റെ ആൻസറിൽ വരുന്നതാണില്ല. അദ്ദേഹം എറിയപ്പെടുമായിരുന്നു. അദ്ദേഹം വീണ്ടെടുത്തു, അതുകൊണ്ട് എറിഞ്ഞിട്ടില്ല. ബിൽ അറാ, ഒഴിഞ്ഞ സ്ഥലത്ത് മദ്മൂം, ആക്ഷേപാർഹനായി. പക്ഷേ അദ്ദേഹത്തെ അള്ളാഹു സ്തുത്യർഹനായിട്ട് സ്വീകരിച്ചു. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സ്വാലിഹീൻ. ഇജ്തബ എന്ന് പറഞ്ഞാൽ ഇഖ്താറ, തെരഞ്ഞെടുത്തു. ഫാ എന്ന് പറഞ്ഞാൽ ദൻ, ഇജ്തബ തെരഞ്ഞെടുത്തു, യജ്തബി തെരഞ്ഞെടുക്കുന്നു. അല്ല, അതിന് ഇസ്മുൽ ഫായിലാണ് മുജ്തബ, തെരഞ്ഞെടുത്തവൻ. മുഹമ്മദ്, മുസ്തഫ, അഹമ്മദ്, മുജ്തബ എന്നൊക്കെ പറയല്ലേ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. നബിയെ കുറിച്ചാണ് പറയാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. അതിന്റെ ഇസ്മുൽ ഫായിലാണ്. ഇജ്തബ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തപ്പെട്ടു, യജ്തബി തെരഞ്ഞെടുക്കുന്നു. ഫ എന്നിട്ട് ഇജ്തബ തെരഞ്ഞെടുത്തു അള്ളാഹു ഹു അദ്ദേഹത്തെ, റബ്ബുഹു അദ്ദേഹത്തിന്റെ രക്ഷിതാവ്,
ഫജഅലഹു എന്നിട്ട് അദ്ദേഹത്തെ ആക്കി മിനസ് സ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. അപ്പം യൂനുസ് നബിയുടെ കഥ ഈ 50 ആയത്തോടു കൂടി അവസാനിച്ചു. 48, 49, 50. ഇനി മറ്റൊരു സംഭവമാണ് യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം ലമ്മാ സമിഉ الذിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. വയകാദു കാദ യകാദു രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് തന്ത്രം പ്രയോഗിച്ചു, മറ്റൊന്ന് ആകാറായി. പ്രസന്റ് ടെൻസിന് മുമ്പിൽ അത് വരുമ്പോൾ ആകാറായി എന്നാ വരാ. വയകാദുല്ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ ആകാറാകുന്നു. എന്താകാറാകുന്നു? ലയുസ്ലിഖൂനക. പ്രസന്റ് ടെൻസ് യുസ്ലിഖു എന്ന ക്രിയന്റെ മുമ്പിൽ വന്നതുകൊണ്ട് അത് ആകാറാകുക എന്നാ. സലഖ യസ്ലുഖു സലഖൻ അൽകൗഫിലുണ്ട് സലഖ അല്ലേ? സലഖ എന്നാണ്. സലഖ എന്ന് പറഞ്ഞാൽ ഇടറി വീണു, വഴുതി വീഴാന്നൊക്കെ. സലഖൻ അതിൽ നിന്ന് വന്നാണ് സലഖ അസ്ലഖ യുസ്ലിഖു. അതിന്റെ ട്രാൻസിറ്റീവ് ആണ്. പിന്നെ ഇടറി വീഴ്ത്തുക എന്നാണ്. അസ്ലഖ ആകുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആവും, വീഴ്ത്തി എന്നാവും. അതിന്റെ പ്രസന്റ് ടെൻസ് ആണ് യുസ്ലിഖു. യുസ്ലിഖൂന അവർ നിന്നെ ഇടറി വീഴ്ത്തുന്നു. നിന്നെ പ്രവാചകനോട് പറയാണ്. ബി അബ്സ്വാരിഹിം ബസറുൻ ജമു അബ്സാർ അവരുടെ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായ തീഷ്ണമായ നോട്ടവും പരിഹാസവും കൊണ്ട് പ്രവാചകനെ മാനസികമായി തളർത്തുവാൻ വേണ്ടി അവർ പരിശ്രമിക്കുന്നു. ലമ്മാ സമീഉ അവർ കേട്ടപ്പോൾ അൽ ദിക്ർ ആ സ്മരണ, വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ. ആ സ്മരണ മീൻസ് ഖുർആനാണ്. ഖുർആൻ കേട്ടപ്പോ ആ ഖുർആൻ അവരുടെ മനസ്സിനെ സ്വാധീനിച്ചപ്പോൾ അതിനെ നിഷേധിക്കുവാനും അതിനെ അപഹസിക്കുവാനും പരിഹസിക്കുവാനും വേണ്ടി അത് കൊണ്ടുവന്ന പ്രവാചകനെ തീഷ്ണമായി രൂക്ഷമായി നോക്കി പ്രതികരിച്ചുകൊണ്ട് അവര് പ്രവാചകനെ മാനസികമായി തളർത്തുവാൻ ശ്രമിക്കുന്നു. വയഖൂലൂൻ അവർ പറയുന്നു ഇന്നഹു തീർച്ചയായിട്ടും അവൻ ലമജ്നൂൻ ഭ്രാന്തനാണ്, അതേമാതിരി സാഹിറാണ്, സിഹിർ ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നു. അപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം കഫറു സത്യനിഷേധികൾ ആകാറാകുന്നു. എന്താകാറാകുന്നു? ലയുസ്ലിഖൂനക അതാണ് ആകാറാകുന്നത്. അഥവാ നിന്നെ ഇടറി വീഴ്ത്തുമാറാകുമെന്നു, നിന്നെ ഇടറി വീഴുമാറാക്കുന്നു അവര്. ബി അബ്സാരി കണ്ണുകൾ കൊണ്ട് തീഷ്ണമായി രൂക്ഷമായി നോക്കിയിട്ട്. ലമ്മാ സമീഉ ദിക്റായി ഖുർആൻ കേട്ടപ്പോ. വയഖൂലൂൻ അവർ പറയുന്നു ഇന്നഹു ഇത് കൊണ്ടുവന്ന പ്രവാചകൻ ലമജ്നൂൻ ഭ്രാന്തനാണ്. എന്നാൽ അദ്ദേഹം ഭ്രാന്തനല്ല. ഈ ഖുർആൻ ഒമാ ഹുവ അത് അല്ല, ആ ഖുർആൻ അല്ല. ഹുവ പോകുന്നത് ഖുർആനിലേക്കാണ്. ഇല്ലാ ദിക്റുൻ ദിക്ർ എന്ന് പറഞ്ഞാൽ ഉത്ബോധന സ്മരണ എന്നൊക്കെയാണ് അർത്ഥം. ലിൽ ആലമുൻ ജമു ആലമൂൻ ആലമീൻ ലോകർക്ക് ഉത്ബോധനം അല്ലാതെ മറ്റൊന്നുമല്ല ഈ വിശുദ്ധ ഖുർആൻ എന്നാണ്. അപ്പൊ ലോകർക്ക് ഉത്ബോധനമാണ്, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഇതിന്റെ വാക്കർത്ഥങ്ങൾ. ഇതിൽ വന്ന പുതിയ വേർഡ്സുകൾ നിങ്ങൾ അത് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാണ്. ഖുർആൻ ആയാലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ അറബിക് വേർഡ് ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ പ്രയോഗിക്കുന്ന പല വേർഡുകൾ ഞാൻ പറഞ്ഞു. ഇസ്ബിർ എന്ന വേർഡ്, അങ്ങനത്തെ പല വേർഡുകളുണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കണം. ഈ ആശയത്തിലേക്ക് പോകാം. ആയത്ത് നമ്പർ 48. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂൻ. ഫസ്ബിർ നീ ക്ഷമിക്കണം. ലിഹുക്മി റബ്ബിക നിന്റെ രക്ഷിതാവിന്റെ വിധിക്ക് വേണ്ടി നീ ക്ഷമിക്കണം. ഫസ്ബിർ നീ ക്ഷമിക്കണം. ലിഹുക്കും ഹുക്കും എന്ന് പറഞ്ഞാൽ എന്താ? വിധി. വിധി കാത്തുകൊണ്ട് റബ്ബിക്ക അതിന്റെ രക്ഷിതാവിന്റെ വിധി വരുന്നത് കാത്തുകൊണ്ട് നീ ക്ഷമിക്കണം എന്നാണ്. ആയത്ത് നമ്പർ 44 നമ്മൾ പറഞ്ഞ എന്താണ്? ഈ വാക്ക്, ഈ വർത്തമാനം അതാ ഖുർആൻ ഉദ്ദേശിച്ചത്. ഖുർആനെ നിഷേധിക്കുന്ന ആളുകളെ എനിക്ക് വിട്ടുതരിക. സനസ്തതിരിച്ചും അവരെ ഞാൻ പടിപടിയായി പിടിച്ചുകൊള്ളാം. ആ പിടുത്തമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്ത്? അള്ളാന്റെ ആ വിധി, അള്ളാന്റെ ആ ശിക്ഷ അത് വരുന്നത് വരെ നീ ക്ഷമിച്ചു കൊള്ളണം. നീ അവരോട് അവർ പ്രതികരിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കേണ്ടതില്ല. നീ ക്ഷമിക്കുക എന്നുള്ളതാണ് പ്രവാചകൻ ചെയ്യേണ്ടത്. സൂറത്ത് മുദ്ദസിറിലെ 7-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്,
വലി റബ്ബിക ഫസ്ബിർ, അള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? പൊറുക്കണം, നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്നാണ്, സഹിക്കണം എന്നാണ്. അപ്പൊ അള്ളാഹിന്റെ പ്രീതി കാംക്ഷിച്ചും പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ് നീ സഹിക്കേണ്ടത്, ക്ഷമിക്കേണ്ടത് എന്നാണ്. അപ്പോ ഇവര് നബിയെ പ്രവാചകനെ മർദ്ദന പീഡനങ്ങൾ കൊണ്ട് പ്രവാചകനെ നേരിടുന്നു, അപഹസിക്കുന്നു, പരിഹസിക്കുന്നു, ചീത്ത വിളിക്കുന്നു, അല്ലെ? തലോടിയ കൈകൾ കൊണ്ട് തല്ലാൻ ശ്രമിക്കുന്നു, അല്ലമീൻ എന്ന് വിളിച്ച് നാവ് കൊണ്ട് സാഹിർ എന്ന് വിളിക്കുന്നു, അല്ലെ? മജ്നൂൻ എന്ന് വിളിക്കുന്നു, കള്ളൻ എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പോ പ്രവാചകന് മാനസികമായ തളർച്ച ഉണ്ടാവും. അവിടെ പ്രവാചകനെ ധൈര്യപ്പെടുത്താണ് ഖുർആൻ, നീ ക്ഷമിക്കണം, ലിഹുക്കുന്ന റബ്ബിക്ക, ക്ഷമകേട് നിന്നിൽ നിന്ന് ഉണ്ടാവരുത്, അക്ഷമനാവരുത്. അങ്ങനെ അക്ഷമനായ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പ്രവാചകന് മനസ്സിന് ധൈര്യം ലഭിക്കാൻ, സ്ഥൈര്യം ലഭിക്കാൻ, അല്ലെ? പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കാൻ ഒരു പ്രവാചകന്റെ കഥ പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞു പോയ പ്രവാചകൻ, വലാത്തക്കു, നീ ആവരുത്. ക എന്ന് പറഞ്ഞാൽ പോലെ, സ്വാഹിബ് കൂട്ടുകാരൻ, ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഹൂത്ത്, സാഹിബുൽ ഹൂത്ത് എന്ന്, അവിടെ യൂനുസ് നബിന്റെ പേര് പറഞ്ഞില്ല. സാഹിബുൽ ഹൂത്ത് അഥവാ മത്സ്യത്തിന്റെ ആള്, മത്സ്യത്തിന്റെ ആള് എന്നാണ്. ഇതേ പ്രയോഗം യൂനുസ് നബിയെ കുറിച്ച് നമുക്ക് കാണാം അംബിയായിലെ 21-ാം അധ്യായം സൂറത്ത് അംബിയായിലെ 87-88 പറയുന്നു, വലാത്തക്കുൻ ഉള്ളവൻ, നൂൻ മത്സ്യമുള്ളവൻ എന്നാണ്. ഇദ്ഹബ മുഗാലിബൻ, ആള് ദേഷ്യം പിടിച്ചു പോയി. അപ്പൊ യൂനുസ് നബിനെ കുറിച്ച് യൂനുസ് നബി യൂനുസ് ബിൻ മത്ത എന്നാണ്, മത്തായിയുടെ മകൻ യൂനുസ്. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹം ഇറാഖിലെ നീനവ പ്രദേശത്തെ പ്രവാചകനായിട്ടാണ് നിയോഗിച്ചത്. ഇറാഖിലെ നീനവ എന്ന പ്രദേശത്ത് നിരന്തരമായ പ്രബോധനം നടത്തി, ജനങ്ങളെ ദഅവത്ത് നടത്തി. ആരും ചെവിക്കൊള്ളില്ല അദ്ദേഹത്തിന്റെ ദഅവത്ത്. അദ്ദേഹത്തിന് ഇദ്ഹബ മുഗാലിബൻ സൂറത്ത് അംബിയാൽ പറയുന്നു, അദ്ദേഹം ദേഷ്യം പിടിച്ച് ആ നാട് വിട്ടു പോവുകയാണ്. അള്ളാഹിന്റെ അനുവാദം കിട്ടിയില്ല ഹിജ്റ പോവാൻ. എല്ലാ പ്രവാചകനും ഹിജ്റ പോയി, അള്ളാഹ് പറഞ്ഞിട്ടാണ് അനുവാദം കൊടുത്തിട്ട്. ഇത് അള്ളാഹിന്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ, ആളുകളോടൊന്നും പറയാതെ രഹസ്യമായി അദ്ദേഹം നാട് വിട്ടുപോയി. അത് പ്രവാചകനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പ്രവാചകനോട് പറയാണ്, ഈ സാഹിബുൽ ഹൂത്തിന്റെ മാതിരി നീ ആവരുത്. യൂനുസ് നബിന്റെ കഥ അംബിയായിലെ 87-88 പറയുന്നുണ്ട്. സൂറത്ത് യൂനുസ് എന്ന് പറയുന്ന അധ്യായം ഖുർആനിലുണ്ട്, അല്ലേ? പിന്നെ വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്. യൂനുസിൽ 98-99 വചനങ്ങളിൽ യൂനുസിന്റെ കഥ പറയുന്നുണ്ട്. സൂറത്ത് സാഫാത്തിലാണ് മത്സ്യം വിഴുങ്ങിയ കഥ 139 മുതൽ 149 വരെ അത് കൃത്യമായി പറയുന്നുണ്ട്, മത്സ്യം വിഴുങ്ങിയ കഥ, അല്ലേ? അതൊന്ന് നമുക്ക് നോക്കാം. സൂറത്ത് സാഫാത്ത് അഥവാ 37-ാം അധ്യായം സൂറത്ത് സാഫാത്തിലെ 139 മുതൽ 148 149 വരെ ആയത്തുകൾ ഇത് തന്നെയാണ് പറയുന്നത്. അത് വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ ഇദ് അബഖ ഇലൽ ഫുൽകിൽ മശ്ഹൂൻ ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ വൽതഖമഹുൽ ഹൂത് വഹുവ മുലീം. വഇന്ന യൂനുസ്, തീർച്ചയായിട്ടും യൂനുസ്, ലമിനൽ മുർസലീൻ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഇത് അബഖ, അദ്ദേഹം ഒളിച്ചോടി, ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, ഒളിച്ചോടി എന്നുള്ള പ്രയോഗമാണ്. അത് അള്ളാഹിന്റെ അനുവാദം കിട്ടിയിട്ടില്ല, ജനങ്ങളെ ആരെയും അറിയിച്ചിട്ടില്ല, അദ്ദേഹം രഹസ്യമായി പോവുകയാണ്. അങ്ങനെ പോയിട്ടാണ് അദ്ദേഹം ഭാരം നിറച്ച ഒരു കപ്പലിൽ അദ്ദേഹം യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ആ ഒരു കപ്പലിൽ കയറി പോവാണ്, രക്ഷപ്പെടാൻ അദ്ദേഹം. ഫുൽകിൽ മശ്ഹൂൻ, ഭാരം നിറച്ച കപ്പൽ. അങ്ങനെ കപ്പലിൽ കാറ്റും കോളുമെന്ന് മുങ്ങാനായപ്പോ അതിൽ കപ്പിത്താൻ പറഞ്ഞു, ഇതിൽ ആരോ ഒരു ആള് കയറിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ട് അയാളെ പിടിച്ച് പുറത്ത് കിടണം. അതാരാണ് എന്നുള്ളതിന് നറുക്കിട്ടപ്പോ അദ്ദേഹത്തിനാണ് നറുക്ക് കിട്ടിയത്. അദ്ദേഹം പരാജയത്തിൽ പെട്ടുപോയി. കടലിലേക്ക് എടുത്തിട്ടപ്പോ ഒരു മത്സ്യം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങി. ഓഹോ മുലീം, അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം ആക്ഷേപാർഹനായിട്ട് കഴിയുന്ന കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് ആ വലാത്തക്കുൻ കസാഹിബുൽ ഹൂത്ത്, ആ ആക്ഷേപാർഹനായ ആ മത്സ്യത്തിന്റെ ആളെ പോലെ നീ ആവരുത്. ഇത് നാദാ ഓഹുവ മഖ്ലൂം, ഇത് നാദാ, നാദാ എന്ന് വിളിച്ചാൽ മലയാളത്തിൽ നാദ എന്ന് തന്നെ പറയില്ലേ. അതൊരു വിളിയാണ്. യുനാദി, വിളിക്കുന്നു, നിദാ വിളി എന്നാണ്. അപ്പൊ അദ്ദേഹം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഓഹോ മഖ്ലൂം,
അദ്ദേഹം ദുഃഖനിമഗ്നനായി, വ്യസനം നിറഞ്ഞവനായി, വ്യസനത്തിൽ മുഴുകിയവനായി അദ്ദേഹം വിളിക്കുകയാണ്, പടച്ചവനെ വിളിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അത് 21-ാം അധ്യായം അംബിയയിലെ 87-88 വചനങ്ങളിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. ഫനാദാ ഫിൽളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഫനാദ, അദ്ദേഹം വിളിച്ചു, ഫിൽളുലുമാത്, ആ അന്ധകാരത്തിൽ നിന്ന്, കടലിന്റെ അന്ധകാരം, മത്സ്യത്തിന്റെ വയറ്റിലെ അന്ധകാരം, അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ആരാധ്യനില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയി അക്രമകാരികളിൽ ഞാൻ പെട്ടുപോയി എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലെ? അദ്ദേഹത്തിന്റെ ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ അർശിൽ എത്തിയെന്നാണ്. അല്ലെ? ആ പ്രാർത്ഥന കേട്ട് അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് നൽകുകയാണ്. അത് അർത്ഥത്തിന് പറയുന്നുണ്ട്. ഇതാ, അപ്പൊ ഇതിന്റെ അർത്ഥം ഫസ്ബിർനി, ക്ഷമിക്കണം, ലിഹുക്മി റബ്ബിക, രക്ഷിതാവിന്റെ വിധി വരുന്നത് വരെ വിധി കാത്തുകൊണ്ട് നീ ക്ഷമിക്കണം പ്രവാചകരെ. വലാത്തക്കുൻ, താങ്കൾ ഒരിക്കലും ആകരുത് കസാഹിബിൽ ഹൂത്ത്, ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആവരുത്, യൂനുസ് നബിയെ പോലെ ആവരുത്. അദ്ദേഹത്തെ മത്സ്യം വിഴുങ്ങിയപ്പോ ഇത് നാദാ, അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചു. ഓഹോ മക്കളും ദുഃഖനിമഗ്നായി, ദുഃഖത്തിൽ മുഴുകിയും കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചല്ലോ. ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. ലൗല, ആയിരുന്നില്ല എങ്കിൽ, ലൗല വന്നവരെല്ലാവരും അതിന്റെ ആൻസറിൽ, അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുത്തു, തദാറക വീണ്ടെടുത്തു, പ്ലസ് ഹുവ, അദ്ദേഹത്തെ അള്ളാഹു വീണ്ടെടുത്തു. ലൗല അൻ തദാറകഹു, അദ്ദേഹത്തെ, രക്ഷിതാവിങ്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്ത്. നിഅമത്ത്, എന്താണ് വീണ്ടെടുത്തത്? നിഅമത്ത്, അനുഗ്രഹം. മിൻ റബ്ബിഹി, രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തില്ലായിരുന്നു എങ്കിൽ, അല്ലെ? ലൗല അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുത്തില്ലായിരുന്നു എങ്കിൽ, എന്ത് വീണ്ടെടുത്തില്ല? നിഅമത്തും മിൻ റബ്ബി, രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം. ഇല്ല, ആണ്ടോ, ലൗലന്റെ ആൻസറിൽ എല്ലാവരും. നുബിദ, എറിയപ്പെട്ടു, നബദ എറിഞ്ഞു, യൻബുദു എറിയുന്നു എന്നാണ്. അതിന്റെ പ്രസന്റ് പാസീവാണ്. നുബിദ, എറിയപ്പെടുമായിരുന്നു. ബിൽ അറാ, ആ വിജനമായ പാഴ്ഭൂമിയിൽ. അരിയ യഅറ എന്ന് പറഞ്ഞാൽ നഗ്നനാകുക, ഭൂമിയിൽ ഒന്നും മുളക്കാതെ ഭൂമി മരുഭൂമിയാകുന്നതിന് എന്ത് ചെയ്യും? അരിയ എന്ന് പറയും. അപ്പൊ പാഴ്ഭൂമി, മരുഭൂമിയിൽ അദ്ദേഹം എറിയപ്പെടുമായിരുന്നു. വഹുവ മദ്മൂം, ദമ്മയദുമ്മു, ആക്ഷേപാർഹനായി അദ്ദേഹം പാഴ്ഭൂമിയിൽ, ആ മരുഭൂമിയിൽ എറിയപ്പെടുമായിരുന്നു എന്നാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ എറിയപ്പെട്ടില്ല. യൂനുസ് നബിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അർശിൽ ചെന്ന് പതിച്ചു എന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, പ്രവാചകർ നേർത്ത ശബ്ദം കേൾക്കുന്നുവല്ലോ. അള്ളാഹ് പറഞ്ഞു, അത് യൂനുസ് ബിൻ മത്തായാണ്. അങ്ങനെ യൂനുസ് നബിക്ക് വേണ്ടി മലക്കുകൾ പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് പറഞ്ഞപ്പോ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് വസ്തജബ്നാഹു വനജ്ജയ്നാഹു മിനൽ ഗം, വസ്തജബ്നാഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, വനജ്ജയ്നാഹു, അദ്ദേഹത്തെ നാം രക്ഷപ്പെടുത്തി, മിനൽ ഗമ്മി, ഗം, ആ ദുഃഖത്തിൽ നിന്നും. അംബിയയിലെ 88-ാം വചനത്തിൽ അള്ളാഹ് പറയാണ്, അല്ലേ? അതിൽ നിന്നും അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ്. രക്ഷപ്പെടുത്തുന്ന എങ്ങനെയാണ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സാഫാത്ത് 37-ാം അധ്യായം സാഫാത്തിലെ വചനങ്ങളിൽ പറയുന്നുണ്ട്. സാഫാത്തിൽ ഇതേ വേടന ഉപയോഗിച്ചു, നബദിനാഹു, അദ്ദേഹത്തെ നാം ഉപേക്ഷിച്ചു, പുറന്തള്ളി. ബിൽ അറായി, ആ വിജനമായ പ്രദേശത്ത്, കടൽക്കരയിലുള്ള വിജനമായ പ്രദേശത്തേക്ക് മത്സ്യം അദ്ദേഹത്തെ പുറന്തള്ളുകയാണ്. ഓവസഖീം, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അദ്ദേഹം രോഗാതുരനായിട്ടുണ്ട്, ക്ഷീണിതനായിട്ടുണ്ട്. അമ്പത്തിന അലഹി, ആ ഊഷരമായ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുവാൻ വേണ്ടി നാം മുളപ്പിച്ചു കൊടുത്തു. യഖ്തീൻ എന്ന വൃക്ഷം, ഒരു തരം ചുരക്കവർഗത്തിൽപ്പെട്ട വൃക്ഷമാണ്. അത് മുളപ്പിച്ചു കൊടുത്തു. അതിലുള്ള ഫലം, കനികൾ അദ്ദേഹം തിന്നു. അദ്ദേഹത്തിന്റെ രോഗങ്ങൾ മാറി.
അദ്ദേഹം ആരോഗ്യ ഗാത്രനായി. അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും ആ നീനവ പ്രദേശത്ത് തന്നെ നിയോഗിക്കുകയാണ്. സാഫാത്തിൽ പറയുന്നു വഅർസൽനാഹു ഇലാ മിഅതി അൽഫിൻ ഔ യസീദൂൻ. 100,000-ഓളമോ അതിലധികമോ വരുന്ന നീനവ പ്രദേശത്തുള്ള ആളുകളിലേക്ക് അദ്ദേഹത്തെ വീണ്ടും നാം നിയോഗിക്കുകയാണ്. അങ്ങനെ അതാണ് ലൗലാൻ തദാറക്കോ, അദ്ദേഹത്തെ വീണ്ടെടുത്തു. നിഅമത്തും മിർ റബ്ബി, രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തില്ലായിരുന്നു എങ്കിൽ ലനുബിദ, അദ്ദേഹം എറിയപ്പെടുമായിരുന്നു. ബിൽ അറായ, വിജനമായ പ്രദേശത്ത് മദ്മൂം, ആക്ഷേപാർഹനായി. പക്ഷെ അദ്ദേഹം സ്തുത്യർഹനായിട്ട്, ആരോഗ്യ ദൃഢഗാത്രനായിട്ട് അല്ലാഹു അദ്ദേഹത്തെ വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ പ്രദേശത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. പ്രബോധനം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ആളുകൾക്കെല്ലാം അദ്ദേഹം പോയതിൽ വിഷമുള്ള ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം ഉള്ളപ്പോൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാത്ത ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് സ്നേഹമായി, ഇഷ്ടമായി. അവർ അദ്ദേഹത്തിന്റെ പ്രബോധനം സ്വീകരിച്ചു. അല്ലെ, എന്താ, തെരഞ്ഞെടുത്തു. എന്നിട്ട് ഇജ്തബാഹു റബ്ബുഹു, അദ്ദേഹത്തെ റബ്ബ് തെരഞ്ഞെടുത്തു. ഫജഅലഹു, അദ്ദേഹത്തെ ആക്കി മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തിയെന്നാണ്. സൂറത്ത് സാഫാത്തിൽ പറയുന്നു ഫആമനു, ആ പ്രദേശത്തേക്ക് തന്നെ അദ്ദേഹത്തെ അയച്ചല്ല, നീനവ പ്രദേശത്തേക്ക്. ഫആമനു, അവർ വിശ്വസിച്ചു. വമത്തൈനാഹും, അവർക്ക് നാം ജീവിത വിഭവങ്ങൾ നൽകി. വിശ്വസിച്ചപ്പോൾ ആ നീനവ പ്രദേശത്തുകാർക്ക് അള്ളാഹു അനുഗ്രഹം നൽകി. ഇലാഹീൻ, അവർ ഒരു പ്രത്യേക സന്ദർഭം വരെ, അഥവാ മരണം വരെ. അപ്പൊ ഈ യൂനുസ് നബിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ആയത്തൊന്നോട് നോക്കുക. ഫജതബാഹു, അങ്ങനെ അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. റബ്ബുഹു, അദ്ദേഹത്തിന്റെ രക്ഷിതാവ്. ഫജഅലഹു, അദ്ദേഹത്തെ ആക്കി. മിനൽ സ്വാലിഹീൻ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി എന്നാണ്. അപ്പോ യൂനുസ് നബി ചരിത്രം ഇവിടെ പറഞ്ഞു കൊടുത്തത് പ്രവാചകൻ അതിൽ മാതൃകയുണ്ട്, പ്രവാചകൻ അങ്ങനെ ക്ഷമിക്കണം എന്നുള്ളതിനാണ്. അപ്പോ യൂനുസ് നബി ചരിത്രത്തിൽ മുഹമ്മദ് നബിക്കുള്ള പാഠം സമൂഹത്തിന്റെ കടുത്ത എതിർപ്പ്, പ്രതിസന്ധിയിൽ ക്ഷമിക്കുകയാണ് വേണ്ടത്. ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുക എന്നുള്ളത് വലിയൊരു സ്വഭാവമാണ്. ശരിക്കും നമ്മളെങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്ക് തിരിച്ചു അങ്ങോട്ട് ഉപദ്രവിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നു. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്ത് നഹലിലെ 226-ാം വചനത്തിൽ അള്ളാഹു അത് കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങളെ ഉപദ്രവിച്ചവരിലേക്ക് ശിക്ഷാ നടപടി എടുക്കുകയാണെങ്കിൽ ഫാഖിബു, നിങ്ങൾ ശിക്ഷാ നടപടി എടുക്കണം. ബിമിസ്ലിമാ ഊഖിബ്തും ബി, എത്രയാണോ നമ്മളെ ഇങ്ങോട്ട് അവർ ആക്രമിച്ചത്, മർദ്ദിച്ചത്, അതിന് ഈക്വലായിട്ട് അങ്ങോട്ട് ചെയ്യണം എന്നാണ്. അതിന് തുല്യമായി ചെയ്യണം എന്നാ പറഞ്ഞത്. അതിക്രമം കൂടുതലാവരുത് എന്ന്. അപ്പം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? നമ്മളെ ആക്രമിച്ചവരെ അങ്ങോട്ടും ആക്രമിക്കാം. എന്നിട്ട് പറയുന്നത് പോലെ ഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്വാബിരീൻ, നഹ്ല 126. വൈൻ സബർത്തു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ലഹുവ ഖൈറുൻ, അതാണ് ഏറ്റവും ഉത്തമം എന്നാണ്. അങ്ങോട്ട് പ്രതികാരം അവിടെ എടുക്കാതെ ക്ഷമിക്കലാണ് ഉത്തമം എന്നാണ്. എന്നിട്ട് പറയുന്നു വസ്ബിർ, നഹ്ല തന്നെ പറയുന്നു അടുത്ത ആയത്തിൽ 127, വസ്ബിർ, നീ ക്ഷമിക്കുക. മാ സബറുക ഇല്ലാ ബില്ലാഹ്, നീ ക്ഷമിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ടാണ്. അപ്പൊ പ്രവാചകനോട് പ്രത്യേകമായിട്ടാണ് ഇത് അഭ്യർത്ഥന, ഇസ്ബിർ, നീ ക്ഷമിക്കുക എന്നാണ്, അല്ലേ? അപ്പൊ നബി അങ്ങനെ തന്നെ ചെയ്തു. നബിയുടെ ജീവിതം പരിശോധിച്ചാൽ ക്ഷമയുടെ മകുട ഉദാഹരണമായിരുന്നു പ്രവാചകന്. തന്നെ ഉപദ്രവിച്ച, തന്നെ മർദ്ദിച്ച, കല്ലെടുത്തു എറിഞ്ഞോടിച്ച സായിഫിലെ സഖീഫ് ഗോത്രക്കാരോട്, നബിയുടെ കുടുംബം എന്നുള്ള ഗോത്രമാണ്, അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകനാണ്. കല്ലെറിഞ്ഞവന് പൂമാലകൾ നൽകുന്ന പ്രകൃതമായിരുന്ന പ്രവാചകന് ഉണ്ടായിരുന്നത് എന്നാണ്, അല്ലേ? കടം വാങ്ങി ഒരു ജൂതനുള്ള പ്രവാചകൻ കടം വാങ്ങി. ആ കടം തിരിച്ചു കൊടുക്കാൻ ടൈമായിട്ടില്ല. അതിനു മുമ്പ് ജൂതൻ വന്നിട്ട് നബിനെ ചീത്ത പറയാണ്. സമൂഹം വന്നിട്ട് അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു, വലിയ സഹാബികളൊക്കെ ഉണ്ടാവും. എന്റെ കടം വീട്ടണം മുഹമ്മദെ, നിങ്ങൾ ബനൂ മുത്തലിബ് ഗോത്രക്കാർ കടം വാങ്ങിയാൽ കൊടുക്കാത്ത ഒരു ടീമാണ് ഞങ്ങൾക്ക് അറിയാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗോത്രത്തെ, കുടുംബത്തെ മുഴുവനും ചീത്ത പറഞ്ഞ്, അല്ലേ? ആ ജൂതൻ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചടകുടഞ്ഞ് എഴുന്നേറ്റു അദ്ദേഹത്തെ പിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ. റസൂൽ എന്താ പറഞ്ഞത്? ഉമറെ ക്ഷമിക്കുക, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തന്നെ കൊടുക്കാനുള്ളത് കൊടുക്കണം, അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം, കുറച്ച് കൂടുതൽ കൊടുക്കണം, എന്തെങ്കിലും ഒന്നും എന്താണ് വാങ്ങിയാൽ കുറച്ച് കൂടുതൽ എൻ്റെ വകയായിട്ട് കൊടുക്കണം, അല്ലേ? അതാണ് പ്രവാചകൻ. ആ സ്വഭാവം ആ ജൂതനെ മുസ്ലിമാക്കിയതാണ്, അല്ലെ? നമ്മളാണെങ്കിലും അങ്ങോട്ട് അങ്ങനെ പറഞ്ഞ ആളുകളെ
അതിനോട് രൂക്ഷമായി പ്രതികരിക്കുക ചെയ്യുക, രംഗം വഷളാകുക ചെയ്യുക. അപ്പോൾ പ്രവാചകൻ ക്ഷമയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പ്രവാചകൻ എന്നാണ് അല്ലേ. അത് പ്രവാചകൻ ഒരുപാട് ഉദാഹരണം പറയാനുണ്ട്, സമയപരിമിതി കൊണ്ടാണ് പറയുന്നത്, 2 എണ്ണം മാത്രമേ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാൻ വേണ്ടിയാണ് ഈ സംഭവം ഇവിടെ പറഞ്ഞു. ഫസ്ബിർനി, ക്ഷമിക്കണം. പ്രവാചകനെ കുറിച്ച് അവർ മജ്നൂൻ എന്ന് പറയുന്നുണ്ട് അല്ലെ, ഭ്രാന്തൻ. സാഹിർ എന്ന് പറയുന്നുണ്ട്, മാസ്മരിക വിദ്യക്കാരൻ. അതേമാതിരി കദ്ദാബ്, കള്ളൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ക്ഷമിക്കുക എന്നാണ്. എന്നിട്ട് പറയുന്നു ആയത്ത് നമ്പർ 51, ഇതുമായി ബന്ധപ്പെടുത്തി പറയാം. യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക ബിഅബ്സ്വാരിഹിം ലമ്മാ സമിഉ الذിക്ര വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. വയകാദു, ആകാറാകും, കാതൽ മത്തറു അയ്യൻസില, മഴ പെയ്യാറായി, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്. വൈ യകാദു, ആകാറാകുന്നു. ആരാണ് ആകാറാകുന്നത്? അല്ലദീന കഫറു, സത്യനിഷേധികളായ. എന്താണ് ആകാറാകുന്നത്? ലയുസ്ലിഖൂനക, അവർ നിന്നെ സലഖ യസ്ലിഖു, ഇടറി വീഴ്ത്തുമാറാകുന്നു. എങ്ങനെയാണ് ഇടറി വീഴ്ത്തുന്നത്? ബി അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾ കൊണ്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അല്ലേ, കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി നോക്കിയിട്ട് പ്രവാചകനെ പ്രബോധന രംഗത്ത് നിന്ന് തളർത്തുവാനും തകർക്കുവാനും വേണ്ടി ശ്രമിക്കുന്ന ഈ ഭാഗം, പ്രവാചകൻ കൊണ്ടുവന്ന ആശയത്തോട് പുച്ഛവും പരിഹാസവും നിറഞ്ഞ ഭാവം, നോട്ടം കൊണ്ട് പ്രവാചകനെയും അനുയായികളെയും തളർത്തുവാൻ വേണ്ടി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അല്ലേ. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്. 83-ാം അധ്യായം മുത്തഫിഫീനില് 29-30 ഇതേമാതിരിയുള്ള പ്രയോഗം ഉണ്ട് ഖുർആനിൽ. ഇന്നല്ലദീന അജ്റമു കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ, കുറ്റവാളികൾ സത്യവിശ്വാസികളെ നോക്കിക്കൊണ്ട് പരിഹസിച്ച് ചിരിക്കാൻ. വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ, വിശ്വാസികളുടെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ യതഗാമസൂൻ, അവർ കണ്ണുകൊണ്ട് ഒരു പ്രത്യേക ആംഗ്യം കാണിച്ചുകൊണ്ട് പ്രവാചകനെയും കൂടെയുള്ള വിശ്വാസികളെയും പരിഹസിക്കാൻ. ഇവരാപ്പം നന്നാൻ വന്ന ആളുകൾ, ഇവരാപ്പം നമ്മളെ നന്നാക്കാൻ വന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സത്യനിഷേധികളായ ആളുകള് പ്രവാചകരെ താങ്കളെ മാനസികമായി തളർത്തുവാൻ നോക്കുകയാണ്. സാഹിർ, മജ്നൂൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അല്ലേ തളർത്തുകയാണ്. എന്നിട്ട് പറയുന്നു യഖൂലൂന, അവർ പറയുന്നു ഇന്നഹു ലമജ്നൂൻ, ഇവൻ ഒരു ഭ്രാന്തനാണ് അല്ലേ. ഈ സൂറത്ത് തുടങ്ങിയപ്പോൾ തന്നെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു ഇതിന് മറുപടി, ഈ ആക്ഷേപത്തിന് മറുപടി പറഞ്ഞു. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പ്രവാചകരെ താങ്കൾ ഭ്രാന്തനല്ല. അവരെന്തോ പറഞ്ഞോട്ടെ, അള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ അല്ലേ. അതൊന്നുകൂടി ആവർത്തിച്ച് ആ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആവർത്തിച്ച് പറയാണ്. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ, അവർ പറയുന്നു അദ്ദേഹം ഒരു ഭ്രാന്തനാണ് എന്ന്. അപ്പൊ ഖുർആൻ പറയുന്നു അദ്ദേഹം ഭ്രാന്തനല്ല, അദ്ദേഹം കൊണ്ടുവന്ന ദൗത്യം ലോകർക്കുള്ള അത് ഒരു ഉത്ബോധനമാണ്. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. വമാ ഹുവ, അത്, അവൻ, അത് എന്നുണ്ട് ഇവിടെ സന്ദർഭം കൊണ്ട് മനസ്സിലാവുക, അത് എന്നാണ് ഖുർആൻ. ഇല്ല, അല്ല, ഒഴികെ എന്നാണ്. എക്സംഷന് വേണ്ടിയാണ് ഇല്ല ഉപയോഗിക്കുക. ജാ തലാമീദ് കുല്ലുഹും, എല്ലാ കുട്ടികളും ക്ലാസ്സിൽ പ്രസന്റ് ആയി. ഇല്ലാ മുഹമ്മദൻ, മുഹമ്മദ് ഒഴിച്ച് അല്ലേ. അപ്പൊ ഇല്ലന്റെ ശേഷമുള്ളതിന് ഫത്ത് കൊടുക്കണം എന്നാണ്. ഇല്ലാ വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഇല്ലാ ദിക്റുൻ, ഉത്ബോധനം അല്ലാതെ അല്ല, ലിൽ ആലമുൻ ജമ്മ്, ആലമീൻ, ആലമൂൻ രണ്ടും പറയാം. ലോകർക്കുള്ള ഉത്ബോധനമല്ലാതെ അല്ല. ലോകർ എന്ന ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും. അപ്പൊ ആരൊക്കെയാ ലോകത്തുണ്ടാകുക? ലോകത്തെ ബുദ്ധിജീവികള്, ശാസ്ത്രജ്ഞന്മാര് അല്ലെ, എഞ്ചിനീയർമാര് തുടങ്ങിയ ബുദ്ധിജീവികള്, സാധാരണക്കാരനും ഉള്ള ആളുകള്, എല്ലാവർക്കും ഖുർആൻ ഉത്ബോധനമുണ്ട്. എല്ലാവർക്കും പറ്റുന്ന ശൈലിയാണ് ഖുർആനിലുണ്ട് അല്ലെ. ബുദ്ധിജീവികൾക്ക് ചിന്തിക്കാനുള്ള വക ഖുർആനിലുണ്ട് അല്ലെ. ഭ്രൂണശാസ്ത്രം, അതേമാതിരി ഗോളശാസ്ത്രം, ഭൂഗർഭശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, സമുദ്രശാസ്ത്രം, ഇതൊക്കെ ഖുർആനിൽ പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക്. ഒന്നും തിരിയാത്ത ആളുകൾക്ക് നാടൻ പ്രയോഗത്തിലൂടെ അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് ഖുർആനിൽ അല്ലേ.
കൊലിക്കത്ത് മരുഭൂമിയിൽ ഒട്ടകവുമായി കഴിയുന്ന ആൾ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കാൻ പറയുന്നു അല്ലേ? അഥവാ ഗ്രാമീണ അറബികളോട് അങ്ങനെയുള്ള പ്രയോഗങ്ങളും കാണാം. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഖുർആൻ ഇത് ലോകർക്ക് ഉത്ബോധനമാണ്. ലോകർക്ക് എല്ലാവർക്കും ഉത്ബോധനമായ ഖുർആൻ കൊണ്ടുവന്ന ഈ വലിയ ദൗത്യം കൊണ്ടുവന്ന ആളെ എങ്ങനെ ഭ്രാന്തനാകും? പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു ഭ്രാന്തൻ കൊണ്ടുവന്ന ജൽപ്പനങ്ങളാണെങ്കിൽ ഇതെങ്ങനെ ലോകർക്ക് ഉത്ബോധനമാകും? ഇതിലെങ്ങനെ ഇത്ര വലിയ ആശയങ്ങൾ ആദർശങ്ങൾ ഉണ്ടാവും? ഖുർആന്റെ ചോദ്യമാണ്. വളരെ അർത്ഥപൂർണമായ ബുദ്ധിപൂർണമായ ചോദ്യമാണ്. ഒരിക്കലും ആ ഖുർആൻ അങ്ങനെ ആവില്ല. അത് ലോകർക്ക് ഉത്ബോധനമാണ്. മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ദർശനങ്ങളും എല്ലാ ആശയങ്ങളും ജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിൽ വിശ്വാസ കാര്യങ്ങളുണ്ട്, തൗഹീദുണ്ട്, അത് തത്വജ്ഞാനങ്ങളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്, അറിവുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച അതിൽ അദബുകൾ പഠിപ്പിക്കുന്നുണ്ട്, മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്, ശാസ്ത്ര സൂചനകളുണ്ട് അല്ലെ, ആരാധനാ വിഷയങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലെല്ലാം ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും പറയുന്ന സമൂലമായ സമഗ്രമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ലോകത്ത് ചിന്തിക്കുന്ന ആളുകൾ അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു അല്ലെ. അതിനെ വിമർശിക്കുവാൻ വേണ്ടി പഠിച്ച ആളുകൾ അതിന്റെ ആരാധകരായി മാറി. അത് മുത്തുകൾ, പവിഴങ്ങളും മുത്തുകളും നിറഞ്ഞ ആഴിയാണ്. അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് മുത്തുകൾ നൽകും, പവിഴങ്ങൾ നൽകും അല്ലെ. അതിന് ഒരുപാട് വിജ്ഞാനങ്ങൾ ലഭിക്കും, ഒരുപാട് അനുഗ്രഹങ്ങൾ അതിന് ലഭിക്കും. അതുകൊണ്ട് അതിൽ പഠിക്കുവാനും അത് പഠിക്കുവാൻ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലെ. അത് ഉയർന്ന് പടർന്ന് പന്തലിക്കുന്ന വടവൃക്ഷമാണ്. അതിനേക്കാൾ മറ്റൊന്നും ഉയരുകയില്ല. സർവർക്കും തണലേകി പ്രകാശമേകി അവർക്ക് ദിശാബോധം നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഗ്രന്ഥം നമ്മൾ പഠന വിധേയമാക്കണം. അത് നമ്മുടെ ഭരണഘടനയാണ് അല്ലേ. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം, ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം, മനസ്സിലാക്കുവാനും വിമർശിക്കുവാനും വേണ്ടി. അപ്പൊ ആ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ടായിട്ട് അതിലെന്താണ് പറയുന്നത് അറിയാതെ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഈ സമൂഹം ഖുർആനെ ഉപേക്ഷിച്ചതാണ് പടച്ചവൻ അവർക്ക് പറ്റിയ തകരാറ് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി ഇതിന്റെ റിവിഷൻ സെക്ഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് നമുക്ക് അതിന്റെ പാരായണമാണ്. ഈ പഠിച്ച ഭാഗം ഒന്നുകൂടി പാരായണം നടത്താം, ആ ഖിറാഅത്ത് ഒന്ന് കേൾക്കാം. അപ്പൊ നമ്മുടെ ഖിറാഅത്ത് തജ്വീദ്, നേരത്തെ പറഞ്ഞ തജ്വീദ് നിയമപ്രകാരം ഒന്നുകൂടി അത് തറവാക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ ഖിറാഅത്ത് ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. ഒന്നുകൂടി ഇതിന്റെ കൂടെ നിങ്ങൾ ഓതി നോക്കുക. ഇനി തജ്വീദ് നിയമപ്രകാരം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون
വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. അർത്ഥം നോക്കാം. ഫസ്ബിർ എന്നർത്ഥം നീ ക്ഷമിക്കുക. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി, ഹുക്കും എന്ന് പറഞ്ഞാൽ വിധി കാത്തുകൊണ്ട്, വിധിക്ക് വേണ്ടി മീൻസ് വിധി കാത്തുകൊണ്ട്, റബ്ബിക്ക് അതിൻ്റെ രക്ഷിതാവിൻ്റെ. വലാ തകുൻ നീ ആവരുത് കസ്വാഹിബ് ഉടമസ്ഥൻ, കൂട്ടുകാരൻ, മത്സ്യത്തിന്റെ കൂട്ടുകാരൻ, മത്സ്യത്തിന്റെ ആളെ പോലെ. ഇത് നാദ അദ്ദേഹം വിളിച്ചു, ഓഹുവ മക്കളും കലമ യക്കുലും. എന്താ അർത്ഥം പറഞ്ഞത്? ദുഃഖം അല്ലെങ്കിൽ വ്യസനം അടക്കി വെക്കുക. മക്കളും അതിന്റെ മഫൂലാണ്, ദുഃഖം അടക്കി വെച്ചവനായ നിലക്ക്, അഥവാ ദുഃഖനിമഗ്നായിട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പ്രാർത്ഥിച്ചാലോ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പഠിച്ചവനെ നീ പരിശുദ്ധനാണ്, ഞാൻ അക്രമകാരികളിൽപ്പെട്ടവനാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച സന്ദർഭം നീ ഓർക്കുക. ഫസ്ബിർ ഒന്നിനും അർത്ഥം പറയാ, നീ ക്ഷമിക്കുക. ലി ഹുക്മി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ വിധിക്ക് വേണ്ടി. വലാ തകുൻ നീ ആവരുത് കസ്വാഹിബിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ ആളെ പോലെ. ഇത് നാദ, ആ മത്സ്യത്തിന്റെ ആള് വിളിച്ചു, യൂനുസിനെ വിളിച്ചു. ഓഹോ മക്ലൂം, അദ്ദേഹം ദുഃഖനിമഗ്നായി. ലൗല അൻ തദാറകൂ, അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നിഅമത്തും മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം. വീണ്ടെടുക്കുന്നത് എന്താണ്? നിഅമത്താണ്. രക്ഷിതാവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ലനുബിദ, അദ്ദേഹം നബദ അർത്ഥം പറഞ്ഞല്ലോ, എറിഞ്ഞു, പുറന്തള്ളി. ബിൽ അറാദ് എന്ന് പറഞ്ഞാൽ അരിയ, ഒഴിഞ്ഞ സ്ഥലത്ത് അദ്ദേഹത്തെ പുറന്തള്ളുമായിരുന്നു. ഓഹോ മദ്മും, അദ്ദേഹം ആക്ഷേപാർഹനായിട്ട് പുറന്തള്ളുമായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അദ്ദേഹത്തെ അള്ളാഹു വീണ്ടെടുത്തു. ഫജിത്തബാഹു, ഇജിത്തബാ എന്താ മുജിത്തബ എന്നൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടു. റബ്ബുവിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. ഫജഅലഹു, അദ്ദേഹത്തെ ആക്കി മിനസ് സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കി. വഇൻ യകാദു അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ ആകാറാവും. എന്താകാറാവും? ലയുസ്ലിഖൂനക, നിന്നെ ഇടറി വീഴ്ത്തുമാറാവും. എന്തുകൊണ്ട്? ബി അബ്സാരി, കണ്ണുകൾ കൊണ്ട് രൂക്ഷമായി നോക്കിയിട്ട്, അല്ലെ? ലമ്മാ സമീഉ ദിക്റ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ആ ഉത്ബോധനം കേട്ടപ്പോൾ. വയഖൂലൂന, അവർ പറയുന്നു, ഇന്നഹു ലമജ്നൂൻ, അവൻ ഭ്രാന്തനാണ്. എന്നാൽ ലോകർക്ക് വമാഹുവ, ഈ ഖുർആനല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ അല്ല, ലിൽ ആലമീൻ, ലോകർക്ക് ഉത്ബോധനമായ ആ ഗ്രന്ഥം കൊണ്ടുവന്ന പ്രവാചകൻ എങ്ങനെ ഭ്രാന്തനാകുമെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഈ ഇന്ന് പഠിച്ച ആയത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉള്ളടക്കം, ഒന്ന്, നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ഉള്ളടക്കം, പ്രബോധന രംഗത്ത് പ്രയാസങ്ങളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. നമ്മളതിന് മുന്നിട്ടിറങ്ങുമ്പോഴേ അറിയുള്ളൂ. മുന്നിട്ടിറങ്ങിയ ആളുകൾക്കേ ആ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നിട്ടിറങ്ങാത്ത ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അത് ക്ഷമിക്കലാണ് നമുക്ക് നല്ലത്. അള്ളാഹ് അതിന് മഹത്തായ പ്രതിഫലം നൽകും എന്നുള്ളൊരു പാഠം ഇതിലുണ്ട് കേട്ടോ. പ്രവാചക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാണ്. പിന്നെ ശത്രുക്കൾക്ക് പ്രവാചകനോടുള്ള ഈർഷ്യതയും കോപവും വ്യക്തമാക്കുന്ന ആയത്താണിത്. മജ്നൂനാണ്, സാഹിറാണ്, കാദിബാണ് എന്നൊക്കെ വിളിച്ചു. അപ്പൊ നബിന്റെ മനസ്സിനെ തണുപ്പിക്കാണ്. നീ അതിനൊന്നും പ്രയാസപ്പെടേണ്ട, അല്ലെ? നീ അക്ഷമ കാണിക്കാതെ ക്ഷമ കാണിച്ചു മുന്നോട്ട് പോവുക എന്നുള്ള ഒരു നിർദ്ദേശം പ്രവാചകന് കൊടുക്കുന്നു. മൂന്നാമത് മെയിനായിട്ടുള്ളൊരു കാര്യം, ഖുർആൻ ലോകർക്കുള്ള ഉത്ബോധനമാണ്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. അതിനെ പാർശ്വവൽക്കരിക്കേണ്ട നമ്മൾ, എല്ലാ വിഭാഗം ആളുകൾക്കും, ലോകത്തുള്ള സർവ്വ സമൂഹത്തിനും ഉള്ള ഉത്ബോധനമാണ്. അത് ലഭിച്ച മറ്റു മതവിഭാഗത്തിന്റെ ആളുകൾ അതിന് വിധേയരായിട്ടുണ്ട്, വിനയപ്പെട്ട് അത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെ ബാധ്യതയാണ്. അത് നമുക്ക് നബി സല്ലല്ലാഹുവിന്റെ വസിയത്താണ്, മരിച്ചു പോകുമ്പോൾ അലാ ഫല്യുബല്ലിഗു ഷാഹിദ ഗായിബ്, അത് കിട്ടിയവൻ കിട്ടാത്തവൻ എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ദൗത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കുക. ഖുർആൻ നമ്മൾ പഠിക്കുക, മറ്റുള്ളവർക്ക് ഇതിന്റെ ദൗത്യം എത്തിച്ചു കൊടുക്കുക. ഇതിന്റെ ഖുർആന്റെ കോപ്പികൾ നമ്മൾ കൊടുക്കുക, അതിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുക. ഇങ്ങനെ ഈ ഖുർആന്റെ വക്താക്കളായി നമ്മൾ ജീവിക്കുക. ലോകാവസാനം വരെ ഇങ്ങനെ പ്രവാചകൻ വരാനില്ല, ഖുർആൻ മാത്രമേ ഉള്ളൂ. പ്രവാചകന്റെ ദൗത്യമാണ് ഈ ഖുർആൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുക, ഖുർആൻ പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക. നമ്മുടെ ഈ സൂറത്ത് 68-ാം അധ്യായം സൂറത്തുൽ ഖലം ഈ ഇന്നത്തെ ക്ലാസ്സോടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്ന 69-ാം അധ്യായം സൂറത്തുൽ ഹാഖയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുക, മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുക. അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. അവർ കേട്ടാൽ, നിങ്ങൾ മുഖേന ഒരാൾ കേൾക്കുമ്പോൾ, ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഖുർആൻ ലോകർക്കുള്ള ഒരു ഉത്ബോധനമാണ് എന്ന്.
അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മളത് അറിയണം, നമ്മളത് പഠിക്കണം, എന്നിട്ട് മറ്റുള്ളവരെ അത് പങ്കെടുപ്പിക്കണം. അത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും അത് മറ്റുള്ളവർ പ്രചരിപ്പിക്കുവാൻ നമ്മൾ അവസരവും സമയവും കണ്ടെത്തണം. ആ സമയം നമുക്കൊരു നഷ്ടമല്ല, നമുക്കത് ലാഭകരമായി തീരും. ആ സമയങ്ങളെ നാളെ പരലോകത്ത് അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷ്യം വഹിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി സമയം നീക്കി വെക്കണം, നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുമാറാവട്ടെ. ഖുർആൻ നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, ശഫാഅത്ത് നൽകുന്ന ആളുകളെ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും വീഴ്ചകളും അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.